അപ്പോൾ നമ്മൾ ചാന്ദ്രത്തിനെ കൊളാഷിന് വേണ്ടിയിട്ട് നമ്മളിത് ഷെയ്ഡ് ചെയ്യാണ്. അപ്പോൾ ഷെയ്ഡ് ചെയ്ത് ഈ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഷെയ്ഡ് ചെയ്തത്. ഇനി കുറച്ച് അങ്ങോട്ടും കൂടെ ഷെയ്ഡ് ചെയ്യാണ്ട്. ഒരുപാട് ഷാർട്ടല്ലേ, അപ്പോൾ ഇവിടെയൊക്കെ ഷെയ്ഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേയൊന്നും ഞാൻ കാണിക്കുന്നില്ല, കുറച്ചുകൂടെ ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് കോർണറൊക്കെ ഒന്ന് സൈഡാക്കി നല്ലോണം ബ്രൈറ്റിലൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഷാർട്ടായതുകൊണ്ട് തന്നെ വേഗം കയറിപ്പോവും. അപ്പോൾ നമുക്ക് കട്ടിയിൽ ഷെയ്ഡ് ചെയ്ത് കൂടാം. അപ്പോൾ എനിക്ക് വേഗം ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നല്ലോണം വേഗം ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ഞാൻ ഇറൈസ് ചെയ്തായിരുന്നു. അപ്പോൾ ഫുള്ള് ഷെയ്ഡ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണിക്കുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കണ്ട. അതുകൊണ്ട് നമ്മൾ ഫുള്ള് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് താഴെയൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ മുകളിലേക്കാട്ടും താഴെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചാൽ മുകളിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒരു അണ്ടർലൈൻ ചെയ്യാം. നമ്മളിതാ വേണമെങ്കിൽ ചെയ്യണമെന്ന് ഉറപ്പാണ്. നല്ലോണം ഒന്ന് ആദ്യം നമുക്ക് എന്താ ചെയ്യുക, ചാന്ദ്രക്ക് നമുക്കൊന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെ കോർണർ വരഞ്ഞു കൊടുക്കുക. ഈ കുത്ത് കാണുന്നത് അതിൻ്റെ ഷാർട്ടിൻ്റെ പോർഷനാണ്. ഇതിങ്ങനെ 4 വരിയും അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു സർക്കിൾ വരയ്ക്കുക, വലിയൊരു സർക്കിളായിരിക്കണം. എന്നിട്ട് ആ സർക്കിളിൻ്റെ ചുറ്റും, സർക്കിളിൻ്റെ ഉള്ളിലാക്കാൻ പാടില്ല, സർക്കിളിൻ്റെ ചുറ്റും നമ്മൾ വരഞ്ഞു കൊടുക്കുക. ഇതൊക്കെ പേപ്പറാണ്. ഞാൻ പേപ്പറൊക്കെ വേണമെന്ന് വിചാരിച്ചിട്ട് ആക്കുകയാണ്. എന്താണെന്ന ഒരവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഷെയ്ഡ് ചെയ്യും. അപ്പോൾ ഫുള്ള് ഷെയ്ഡ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഷെയ്ഡ് ചെയ്ത് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ലോണം ഷെയ്ഡ് ചെയ്ത് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സർക്കിൾ ആദ്യം പെൻസിൽ കൊണ്ടല്ലേ വരഞ്ഞത്. അപ്പോൾ ഈ ബ്ലാക്ക് സംഭവം കളർ വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്കൊന്ന് വരഞ്ഞെടുക്കാം ഫുള്ള്. അപ്പോൾ തെറ്റാതെ പുറത്ത് ആ പെൻസിലിൻ്റെ ആദ്യം വരഞ്ഞു വെച്ചില്ലേ നമ്മൾ സർക്കിള്, അത് കട്ടിക്ക് വരണ്ടായിരുന്നു. വരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പെൻസിൽ ഇതിനെ കൊണ്ട് കളർ കൊണ്ട് ഒരു പ്ലാസ്റ്റിക് കളറാണ് നമ്മുടെ എന്താ പറയുക, ഫാബ്രിക് അതിൻ്റെ ഒരു കളറാണ്. അപ്പോൾ നല്ലോണം ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഇനി ഇത് വരയുന്ന ഫുള്ള് കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തൊട്ടിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അധികം ബ്ലെൻഡൊന്നും ആവൂലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ മൊത്തമായിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഒരു സൗണ്ട് കേട്ടത് എൻ്റെ അച്ചാച്ചനായിരുന്നു. അപ്പോൾ നമ്മൾ കൈമ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് തുടച്ചു കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ ഉള്ളിലാണ് ഈ ചന്ദ്രൻ്റെ ഉള്ളിൽ